കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ ഫോട്ടോസ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഒരു സ്ത്രീയുടെ പരിശുദ്ധമായ സ്നേഹം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പല ഫോട്ടോസും കാണുന്നത്. സത്യത്തിൽ ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിലും ഇവരാരാണെന്ന് നമുക്കറിയോ? വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ ഇവരാരാണ്, എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഫോട്ടോ, ഈ വുമൻ്റെ ഫോട്ടോ ഇത്രയും സിൻസിയർ ലവിൻ്റെ എക്സാമ്പിളായിട്ട് ഷെയർ ചെയ്ത് വരുന്നത് എന്ന് നമുക്കറിയോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന്. വളരെ പരിശുദ്ധമായ ഒരു പ്രണയകഥയാണ് ഇവരുടേത്. ശ്രീജന സുബേദി ആൻഡ് ബിബേക് പഞ്ചേനി. ഇവർ കണ്ടുമുട്ടുന്നത് 9 വർഷം മുമ്പാണ്. ബിബേക് ശ്രീജന സുബേദിയുടെ സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. 6 വർഷം കഴിഞ്ഞപ്പോൾ അവർ മാരേജ് കഴിച്ചു. കഴിഞ്ഞ വർഷം അവർക്ക് വളരെ സന്തോഷകരമായിരുന്നു. ശ്രീജനയും ബിബേകും US മൂവ് ചെയ്തു. ബിബേകിൻ്റെ PhD എടുക്കാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ പതുക്കെ പതുക്കെ അവർ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ വർഷം തുടക്കം വിവേകിന് ചില അസ്വസ്ഥതകൾ തുടങ്ങിയത്. അവന് ഇടയ്ക്കിടയ്ക്ക് തലവേദന കണ്ടു തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നടക്കാനും ബുദ്ധിമുട്ട് തുടങ്ങി. സോ ആസ് യൂഷ്വൽ അവർ ചെക്കപ്പിന് പോയി. ഇത്രയും ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ചെക്കപ്പിന് പോയി. സോ MRI സ്കാൻ എടുത്തപ്പോഴാണ് അവർ തകർന്നു പോയത്. വിവേകിന് 4th സ്റ്റേജ് ബ്രെയിൻ ക്യാൻസർ ആയിരുന്നു. 1 മാസത്തിനുള്ളിൽ വിവേകിന് 2 മേജർ സർജറി വേണ്ടി വന്നു. ഡോക്ടർമാർ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അവന് വെറും 6 മാസം കൂടിയേ ആയുസുള്ളൂ എന്നാണ്. അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു അവസ്ഥ. ഒരുപാട് കരഞ്ഞുപോയി. അവൻ്റെ ആരോഗ്യമാണെങ്കിൽ കുറഞ്ഞു വന്നു. കീമോ സ്റ്റാർട്ട് ചെയ്തു. വേദനയുടെ ദിനങ്ങളായിരുന്നു പിന്നെ. എങ്കിലും ശ്രീജന സുബേദി പ്രതീക്ഷ കൈവിട്ടില്ല. വിവേകിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാവുന്നത്ര ശ്രമിച്ചു. അവളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടു. പണം കൊണ്ടാണെങ്കിലും സ്വന്തമായി ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങൾ കൊണ്ടെങ്കിലും മാക്സിമം എഫേർട്ട് ഇട്ടു. അവനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് തന്നെ അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ വിധി അവർക്കെതിരായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ മരണപ്പെട്ടു. എങ്കിലും അവസാന നിമിഷം വരെ ശ്രീജന സുബേദി പ്രതീക്ഷ കൈവിട്ടില്ല. അവന് താങ്ങായി കൂട്ടായി അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചു. അവളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം അവൾ ചെയ്തു. പക്ഷെ അവൾക്ക് ചെയ്യുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ. ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നതല്ല, അത് ദൈവമായി തീരുമാനിക്കുന്നതാണ്. അവന് അവളെ വിട്ട് പോവേണ്ടി വന്നു. ഇത്രയും മനോഹരമായ ഒരു ലവ് സ്റ്റോറിയാണ് അവരുടേത്. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരിക്കലും അവൾ അവനെ കൈവിട്ടില്ല. ഇന്നത്തെ തലമുറയ്ക്ക് വളരെ വലിയ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് ഇവരുടെ ലവ് സ്റ്റോറി. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഉപേക്ഷിച്ചു പോകുന്നവർ, കൈക്കുഞ്ഞുങ്ങളെ വെച്ച് ഉപേക്ഷിച്ചു പോകുന്നവർ, എത്ര തരത്തിലുള്ള സ്ത്രീകളുടെ ചരിത്രമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇതിൽ വെച്ച് നല്ലവരില്ല എന്നൊന്നല്ല കേട്ടോ പറയുന്നത്. ഒരുപാട് നല്ല സ്ത്രീകളുമുണ്ട്. അതിനിടയിൽ ഇതുപോലെ സ്ത്രീയുടെ ഏറ്റവും നല്ലൊരു മാതൃകയായി അവൾ ഇന്നും അവനെ ആലോചിച്ച് കഴിഞ്ഞു വരുന്നു. ഇതാണ് ഇവരുടെ ലവ് സ്റ്റോറി. ഇനി അവരുടെ കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം.